ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ഫാമിലി അഖിലച്ചീന മൈസ്റ്റേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് റാഗി ശരിയായിട്ട് എങ്ങനെ കുട്ടികൾക്ക് കൊടുക്കാമെന്നാണ്. മിക്ക അമ്മമാരും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് റാഗി കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റാത്തത്. കാരണം അതിനൊരു വല്ലാത്തൊരു പുറം തോട് കാരണം കുട്ടിക്ക് ആ ടേസ്റ്റ് പിടിക്കാത്ത കാരണം റാഗി അങ്ങനെ കൊടുക്കുന്ന ഒരു പ്രവണത കുറവാണ്. ഈ വീഡിയോ തന്നെ കണ്ടുപിടിക്കുന്ന എത്ര അമ്മമാരെ റാഗി കുട്ടികൾക്ക് റെഗുലറായിട്ട് കൊടുക്കണമെന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു. റാഗിക്ക് തന്നെ 2-3 പേരുകളുണ്ട്. കൂരവ്, പഞ്ഞിപ്പുല്ല്, അങ്ങനത്തെ പല പേരുകളാണ് പല നാട്ടിലും അറിയപ്പെടുന്നത്. സംഭവം വന്നിട്ട് ഭയങ്കര അയൺ റിച്ച് ആയിട്ടുള്ളൊരു സോഴ്സാണ് കേട്ടോ. അതായത് കുട്ടികൾക്ക് ബ്ലഡ് സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഞാൻ ഒരുപാട് തിയറിറ്റിക്കലായിട്ടുള്ള കാര്യമല്ല ഞാൻ പറയുന്നത്, ബേസിക് പ്രാക്ടിക്കൽ കാര്യമാണ് കേട്ടോ പറയാൻ. അപ്പോൾ കുട്ടിക്ക് ഭയങ്കര അധികം അത്യാവശ്യമാണ്. എന്നാൽ ഈ ഒരു മഴ സീസണിലൊക്കെ കുട്ടികൾക്ക് കഫക്കെട്ട് അങ്ങനത്തെ പ്രശ്നമൊക്കെ വരുമെന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ആവശ്യത്തിനുള്ള ഒരു അയണിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് ഈ റാഗി തന്നെയാണ്. അപ്പോൾ നമ്മൾ വെറുതെ അയൺ സിറപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും കൊടുക്കാതെ അതിനെ പറ്റി ഫുഡ് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ശരിയായിട്ടുള്ള രീതിയിൽ നമ്മളിത് പ്രിപ്പയർ ചെയ്ത് കൊടുത്താൽ കുട്ടികൾക്ക്, ഈ മടിയായിട്ട് നിൽക്കുന്ന എല്ലാ കുട്ടികൾക്കും ഇത് കഴിച്ചെടുക്കാനായിട്ട് പറ്റും. ന്യൂലി മാംസിന് ഇങ്ങനത്തെയുള്ള അല്ലെങ്കിൽ എങ്ങനെ ശരിയായിട്ട് ഉണ്ടാക്കാമെന്നുള്ളൊരു അറിവ് കുറവായിരിക്കും. നമ്മുടെയൊക്കെ ജനറേഷൻ എന്ന് വെച്ചാൽ ഇപ്പോൾ ആരെങ്കിലുമൊക്കെ പറഞ്ഞു കേട്ടുള്ള വീഡിയോസ് കാണും, യൂട്യൂബ് കാണും, അങ്ങനെയൊക്കെ. അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളൊരു ഐഡിയ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റാഗി പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എൻ്റെ കറണ്ട് സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ ഇപ്പം എനിക്കൊരു ബേബിയാണ് ഉള്ളത്, ഒലിവർ. അവനിപ്പോൾ 2 ഇയർ. അവൻ്റെ ഫസ്റ്റ് വീനിങ് ടൈമിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കൂരവ് തന്നെ. കേരളത്തിൽ കുട്ടികൾക്ക് ആദ്യമായിട്ട് വീനിങ് കൊടുക്കുന്നത് അല്ലെങ്കിൽ കുറുക്ക് ഐറ്റംസ് തുടക്കം ഇടുന്നത് റാഗി എന്നാണ്. റാഗിയാണ് കേട്ടോ ഞാനും പറയുന്ന ബെസ്റ്റ് ചോയ്സ്. അപ്പോൾ ഈ കാണുന്നതിൽ 1 ഇയറിന് താഴെയുള്ള ബേബിയുള്ള അമ്മമാരാണെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും യൂസ് ചെയ്യരുത്. ഹോം മെയ്ഡ് ആയിട്ട് തന്നെ ചെയ്യാനായിട്ട് നോക്കാം. 6 മന്ത്സിൽ ഞാൻ ഒലിവറിന് സ്റ്റാർട്ട് ചെയ്ത് കൂരവ് തൊട്ടായിരുന്നു. കൂരവ് എന്ന് വെച്ചാൽ പൊടിയായിട്ട് ഇൻസ്റ്റൻ്റ് അല്ല, നമ്മൾ ഞാൻ സ്ക്രീനിൽ കാണിക്കാൻ എൻ്റെ കടയിൽ നിന്ന് മേടിക്കുന്ന കല്ലി വെച്ചിട്ടോ അമ്മിക്കല്ലോ അതിൻ്റെ അകത്തുള്ള മാവാണ് നമ്മളെടുത്ത് കുറുക്കുന്നത്. ഞാനിപ്പോൾ കാണിക്കുന്ന വീഡിയോയിൽ എന്ന് വെച്ചാൽ അറ്റ് പ്രസൻറ്റ് ഞാൻ പറഞ്ഞ പോലെ 2 ഇയർ ആയ ഒലിവറിന് എനിക്കൊരു ഇൻസ്റ്റൻറ്റ് പൗഡർ കിട്ടിയപ്പോൾ ഞാനിതെങ്ങനെ മിക്സ് ചെയ്തു. എന്തായാലും നിങ്ങൾ കുറച്ച് കഴിഞ്ഞൊരു 1 ഇയർ ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെയുള്ള ഇൻസ്റ്റൻറ്റ് പൗഡേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ റാഗിയിലെ പൗഡർ ഒരിക്കലും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ആ പൗഡർ എടുത്തിട്ട് മിക്സ് ചെയ്ത് എടുക്കാനേ പാടില്ല. അതുകൊണ്ടായിരിക്കും കുട്ടികൾ കഴിക്കാനും കുടിക്കാനായിട്ടൊക്കെ മടി കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ഫോളോ ചെയ്യുവാണെങ്കിൽ കുട്ടികൾക്ക് റാഗിയോടുള്ള ഇഷ്ടം കൂടും. അപ്പോൾ കുട്ടികൾക്ക് റാഗിയുടെ ഇഷ്ടം കൂടിക്കഴിഞ്ഞാൽ എന്താണ്, അവർക്ക് ആവശ്യത്തിനുള്ള പോഷകങ്ങൾ നമുക്ക് കൊടുക്കാൻ പറ്റി എന്നതാണ്. എൻ്റെ ഒരു കുറച്ച് ഓൾഡ് വീഡിയോസിലൊക്കെ ഞാൻ ബേബിയുടെ ഫുഡിൻ്റെ കാര്യങ്ങളായിരുന്നാലും ഫീഡിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ആദ്യത്തെ 1 to 6 മന്ത് കംപ്ലീറ്റ് ബ്രസ്റ്റ് ഫീഡിങ്, അതിനുശേഷം 6 മന്ത്സ് ആഫ്റ്ററാണ് നമ്മൾ ഈ വീനിങ് ഫുഡ് എന്തെങ്കിലും ട്രൈ ചെയ്യേണ്ടത്. മെയിനായിട്ട് കുട്ടികൾക്ക് ഈ ഒരു റാഗിയിൽ ഒരു ഇഷ്ടം കുറയുന്നതെന്ന് വെച്ചാൽ റാഗിയുടെ ഇൻസ്റ്റൻറ്റ് പൗഡേഴ്സിലായാലും ഇപ്പോൾ നമ്മൾ മേടിക്കുന്ന അതിനകത്തൊക്കെ തോട് ഭയങ്കര ഹാർഡാണ് കേട്ടോ. ആ തോടിൽ നമ്മൾ എത്ര മധുരം ചേർത്ത് മധുരം പിടിക്കില്ല. അപ്പോൾ ആ ഒരു ടേസ്റ്റ് അങ്ങനെയാണ് വ്യത്യാസമായിട്ട് വരുന്നത്. നമ്മൾ അതിൻ്റെ അകത്തുള്ള വൈറ്റ് കളർ ഒരു മാവുണ്ട്, ആ മാവാണ് നമ്മൾ എടുത്തിട്ട് ഈ മധുരം ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാനാണ് കേട്ടോ ഞാൻ വീഡിയോ നിങ്ങളെ കാണിക്കുന്നത്. ഇനിഷ്യൽ സ്റ്റേജിലായിരുന്നാലും നമ്മൾ ഈ കൂരവ് മേടിച്ചിട്ട് വരുമ്പോൾ കറക്റ്റായിട്ട് അതിൻ്റെ തോട് മാറ്റിയിട്ട് അകത്ത സാധനത്തിലാണ് നമ്മൾ കുറച്ച് മധുരമൊക്കെ ഇട്ട് കൊടുത്താലേ കുട്ടികൾക്ക് ആ ടേസ്റ്റ് പിടിക്കത്തുള്ളൂ. നമ്മൾ തന്നെ അറിയണം തോടിൻ്റെ പുറത്ത് എത്ര ഇട്ട് നമ്മൾ മധുരം ആഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് പിടിക്കും. അപ്പോൾ അത് നമുക്ക് ചെന്ന് നേരെ വീഡിയോയിലോട്ട് കണ്ടിട്ട് വരാം. അപ്പോൾ ഇതാണ് നമ്മുടെ റാഗിപ്പൊടി. അപ്പോൾ ഇതാണ് നമുക്ക് അംഗനവാടി സെൻറ്ററിൽ നിന്ന് കിട്ടിയത് കേട്ടോ. അപ്പോൾ കണ്ടോ, ഇത് 2 പാക്കറ്റായിരുന്നു ഇത് ഉപയോഗിച്ചതാണ്, തീരാറായിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വെച്ച് പെട്ടെന്ന് വീഡിയോ ചെയ്യാമെന്ന്. ഞാനിപ്പോൾ ഇത് എങ്ങനെ മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്നതെന്നാണ് കേട്ടോ കാണിക്കുന്നത്. റാഗി പൊടിയായിട്ട് കിട്ടിയതാണ്, അപ്പോൾ ഇൻസ്റ്റൻ്റായിട്ടുള്ള സംഭവമാണ്. ഇത് 1 kg ഒരു പാക്കറ്റാണ്. അംഗനവാടി സെൻറ്ററിൽ നിന്ന് കിട്ടിയാൽ നമുക്കിത് ഫ്രീക്കാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ നമുക്കിത് എടുത്താക്കാം. അപ്പോൾ ഈ റാഗി എടുക്കുന്നതിന് മുമ്പ് ആദ്യം മെയിനായിട്ട് 2 പാത്രങ്ങളാണ് കേട്ടോ വേണ്ടത്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രം എടുക്കാം. അപ്പോൾ ഞാൻ ഈ പാത്രത്തിലാണ് കുറച്ച് സോക്ക് ചെയ്ത് വെക്കുന്നത്, അതുകൊണ്ടാണ് ഇത് മെയിനായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഞാൻ കാണിച്ചു തരുവാണ് കേട്ടോ. അപ്പോൾ ഇത് എല്ലാ ദിവസവും കൊടുക്കത്തില്ല, ഇടയ്ക്കിടയ്ക്ക് മാത്രം. നമ്മുടെ കുട്ടികൾ എത്ര കഴിക്കുന്ന അനുസരിച്ച് നമുക്ക് എടുക്കാം. അപ്പോൾ ഞാൻ ഒലിവറിന് 3 സ്പൂണാണ് കേട്ടോ എടുക്കുന്നത്. 1 2 3. അപ്പം നമ്മൾ റാഗി എടുത്ത് കഴിഞ്ഞു. ഇതാണ് നമ്മളിപ്പോൾ കൊടുക്കാൻ പോകുന്നത്, ഉണ്ടാക്കാൻ പോകുന്നതായിട്ടുള്ള റാഗി. അപ്പോൾ കൊടുക്കുന്നതിന് 1/2 മണിക്കൂർ മുമ്പ് അല്ലെങ്കിൽ 1 മണിക്കൂർ മുമ്പ് ചെയ്യേണ്ടതാട്ടോ ഞാൻ പറയുന്നത്. പിന്നെ കുറച്ച് വെള്ളം എടുത്ത് വെക്കണം. അപ്പോൾ ഇതൊക്കെ എന്തിനാണെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ അതുപോലെ വേണ്ടൊരു സാധനമാണ് ഈ ടൈപ്പ്, അതായത് ചെറിയ നെറ്റിൻ്റെ ഒരു അരിപ്പ. അതായത് വലിയ ഹോളുള്ള അരിപ്പയുണ്ട്, ചെറിയ ഹോളുണ്ട്. അപ്പോൾ ഇതൊരു നെറ്റ് ബേസിൽ ഈ ഒരു ടൈപ്പ് അരിപ്പയാണ് കേട്ടോ എടുക്കേണ്ടത്. ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഈ റാഗി ഒന്ന് നനയ്ക്കണം. അപ്പോൾ ആദ്യമായിട്ട് തന്നെ കൈയെല്ലാം നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് വേണം നമ്മളിത് ചെയ്യാൻ. ബേബിക്ക് കൊടുക്കുന്ന ഫുഡ് എപ്പോഴും നമ്മൾ ഹാൻഡ് വാഷ് ചെയ്തിട്ടാണല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ കൈ ചിടക്കുന്നതുകൊണ്ട് കൈ നല്ലപോലെ കഴുകണം. ഇതിനകത്ത് കട്ടകളൊക്കെ വരും, അല്ലാതെ കോക്ക് വിസ്ക് യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാം, കൈ വെച്ചാക്കുന്നവർക്കും ചെയ്യാം. കുറച്ചും കൂടെ വെള്ളം ഒഴിക്കും, കാരണം നമ്മുടെ കയ്യിലൊക്കെ പറ്റിയിരിക്കുന്ന സംഭവമില്ലേ, അതെല്ലാം കഴുകി തന്നെ ഇങ്ങോട്ട് മാറ്റാം.
നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഉടനെ തന്നെ നമ്മളിങ്ങനെ ഇളക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് അടിഞ്ഞു പോവും. അപ്പോൾ ഇനി നമ്മൾ അരിക്കാനായിട്ട് പോവുകയാണേ. അപ്പോൾ നമ്മൾ അതെല്ലാം വൃത്തിയാക്കിയിട്ട് ഇങ്ങനെ കുറച്ചായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇത് സ്പൂണിട്ടാക്കുന്നവർക്കാക്കാം, കൈവച്ചാക്കുന്നവർക്കാക്കാം. സ്പീഡിനിടയിൽ മണ്ണ് പോലത്തെ തരി ഉള്ളതുകൊണ്ടാണ് കേട്ടോ പാടെടുക്കുന്നത്. അപ്പോൾ കൂടുതൽ നമുക്ക് സ്പൂണിനെക്കാട്ടി ഏറ്റവും എളുപ്പം കൈവച്ചിങ്ങനെ റോളാക്കുന്നതാണ്. കാരണം ചെറിയ അരിപ്പയല്ലേ എടുത്തേക്കുന്നത്, അതുകൊണ്ട് കുറച്ച് പാടായിരിക്കും. അപ്പോൾ തന്നെ ഇവിടുത്തെ അടിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ഇങ്ങോട്ട് ഒഴിക്കണം. ഇങ്ങനെയാണ് കേട്ടോ ശരിയായ രീതിയിൽ നമ്മൾ റാഗി പ്രിപ്പയർ ചെയ്ത് ബേബിക്ക് കൊടുക്കുന്നത്. റാഗിയുടെ പൊടിയുടെ കാര്യമാണ് കേട്ടോ. അപ്പം കൂടുതലും ആദ്യത്തെ 6 മാസത്തിലെ ബേബീസിന് ഇങ്ങനെ കൊടുക്കുന്നത് നിർബന്ധം അല്ല. കാരണം പൊടിയുള്ളത് നമ്മുടെ റാഗിയായിട്ട് കിട്ടുന്നതിനെ കൊടുക്കുന്നതാണ് 6 മാസത്തിലെ കുട്ടികൾക്ക് നല്ലത്. ഇത് 1 വയസ്സൊക്കെ കഴിഞ്ഞിട്ട് പുറത്തുനിന്ന് കടയിൽ നിന്നൊക്കെ നമ്മൾ പൊടി മേടിച്ച് കൊടുക്കുക. അപ്പോൾ മാത്രമേ ഈ ഒരു മെത്തേഡ് ചെയ്യാവേ. എന്നിട്ട് കണ്ടോ കുറച്ച് ഇതുള്ളതുകൊണ്ട് വെള്ളം ഉപയോഗിച്ച് നമുക്കിതിൻ്റെ മാക്സിമം അകത്തുള്ള റാഗിക്കുള്ള മാവെന്നാണ് പറയുന്നത്. ആ മാവാണ് നമുക്ക് വേണ്ടത്. ബാക്കിയുള്ള സാധനങ്ങളെല്ലാം അതിൻ്റെ പുറം തോടാണ്. അപ്പോൾ അത് ആവശ്യമില്ല. ഒരുപാട് തോട് കുട്ടികൾ കഴിച്ച് ഭയങ്കര ആവണ്ട. കാരണം ഈ അരിച്ച് വീഴുന്നതിൻ്റെ അകത്തും ആവശ്യത്തിനുള്ള തോട് കാണും. കണ്ടോ ലാസ്റ്റ് തന്നെ ഇങ്ങനെ എത്തി. അതുകൊണ്ട് നമുക്ക് പിന്നെ ബാക്കിയുള്ള ഞാൻ ഇങ്ങനെ പിഴിഞ്ഞെടുക്കുവാണേ. ബാലൻസ് നമ്മൾ ഇങ്ങോട്ടിട്ടു. പിന്നെ ഇവിടെ കാണുമ്പോൾ അടിഞ്ഞു പോയി. കുറച്ചുകൂടെ വെള്ളം ഒഴിക്കുകയോ, വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ സ്പൂണിട്ട് ഇളക്കിയിട്ട് വേണം അരിക്കാനായിട്ട് തുടങ്ങേണ്ടത് കേട്ടോ. അത് നമുക്ക് ഒറ്റ ട്രിപ്പ് നമ്മൾ ഒഴിക്കാം. കൂടിപ്പോയി. അടുത്തത്. അപ്പോൾ എത്രയും നമ്മൾ വെള്ളം ഒഴിച്ചാൽ അതിൻ്റെ അത്രയും മാവ് കിട്ടും. നമ്മൾ എക്സ്ട്രാ ഒഴിക്കുന്ന വെള്ളമൊക്കെ നമ്മളൊരു 1 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ വെക്കുമ്പോൾ തെളിഞ്ഞ് വരും കേട്ടോ. അപ്പോൾ ആ വെള്ളം എടുത്ത് കളയാം നമുക്ക്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിനകത്ത് മൊത്തം വെള്ളമാണല്ലോ നമ്മളിങ്ങനെ ചിന്തിക്കും. പക്ഷേ വെള്ളമല്ല. ആ വെള്ളം അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞ് മാറുന്ന നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ ഓൾമോസ്റ്റ് കഴിഞ്ഞു. അപ്പോൾ എത്രയും വെള്ളം ഒഴിക്കുമ്പോൾ അത്രയും ഒരു ഇത് കിട്ടും. ഇത് ലാസ്റ്റാണ് കേട്ടോ. ഇതിനകത്തൊന്നുമില്ല, പെട്ടെന്ന് തന്നെ മാറും. ഞാനാദ്യം സ്പൂണിലൊക്കെയാണ് ട്രൈ ചെയ്തത്. പിന്നെ എനിക്ക് മനസ്സിലായി സ്പൂണിനെക്കാട്ടി കുറച്ചും കൂടെ നല്ലത് കൈ തന്നെയാണ്. അങ്ങനെയാണ് ഞാനിങ്ങനെ ആക്കിയത്. ഇത്രയും സാധനമാണ് കേട്ടോ വേസ്റ്റായിട്ട് വരുന്നത്. ഇതിൻ്റെ തോട് ഇത് നമുക്ക് ആവശ്യമില്ല. ഒരുപാട് അതായത് ഇത് മിക്സ് ചെയ്ത് ഈ ഒരു മെത്തേഡ് ഇങ്ങനെ അരിക്കാണ്ട് നിന്ന് കഴിഞ്ഞാൽ കുട്ടികൾ റാഗി കുടിക്കാൻ ഭയങ്കരമായിട്ട് ഇതായിരിക്കും. കാരണം തോടിൻ്റെ അകത്ത് നമ്മൾ മധുരം ആഡ് ചെയ്ത് കൊടുത്താലോ എന്ത് ആഡ് ചെയ്ത് കൊടുത്താലോ അത്ര പിടിക്കില്ല. ടേസ്റ്റും വ്യത്യാസമുണ്ട് ഈ ഒരു മെത്തേഡിലാണ്. കാരണം അതിൻ്റെ മാവാകുമ്പോൾ നമ്മളൊക്കെ മധുരം ചേർക്കുമ്പോൾ മാവിനകത്ത് മധുരം ചേർക്കും, നല്ല മിക്സ് ആവുകയും ചെയ്യും. കുട്ടികൾ റാഗി കുടിക്കാനായിട്ട് ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പം ഇതിനകത്ത് ആവശ്യത്തിൽ ഈ സെയിം വേസ്റ്റ് കളഞ്ഞതിൻ്റെ റാഗി ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതായത് ഈ റാഗി എടുത്ത് നമ്മൾ കുക്ക് ചെയ്യുമ്പോഴും റാഗിയുടെ എല്ലാ കണ്ടൻറ്റും തോടും എല്ലാം ഉണ്ട് ആവശ്യത്തിന്. ഇപ്പം അഡീഷണലുള്ള വേസ്റ്റാണ് ഇപ്പം മാറ്റിയത്. ഇതാണ് നമ്മളിനി ഉണ്ടാക്കാൻ പോകുന്ന റാഗി. ഇവരിന് കൊടുക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് അല്ലെങ്കിൽ 1 മണിക്കൂർ മുമ്പ് ഇങ്ങനെ ചെയ്ത് വെക്കും. നമ്മളൊരു പ്ലേറ്റോ എന്തെങ്കിലും വെച്ച് ഇങ്ങനെ അടച്ച് വെക്കും. ഇപ്പോൾ ട്രാൻസ്പെറൻറ്റ് നിങ്ങൾക്ക് കൂടെ കാണാൻ വേണ്ടിയിട്ടായതുകൊണ്ട് ഞാൻ ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്നത്. മാക്സിമം നിങ്ങൾക്ക് അരമണിക്കൂർ അല്ലെങ്കിൽ 15 മിനിറ്റിനുള്ളിൽ ചെയ്താലും കുഴപ്പമൊന്നും. ഒരു 15-20 മിനിറ്റ് ആയപ്പോൾ ഉള്ളതാണ് കേട്ടോ. കണ്ടോ വെള്ളം എല്ലാം തെളിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ അഡീഷണൽ ഒഴിച്ച എല്ലാ വെള്ളവും നമുക്കിതുപോലെ തെളിഞ്ഞ് നിൽക്കും. അതായത് സെഡിമെൻറ്റേഷൻ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതുപോലെ. അതാണ് ഞാൻ ലാസ്റ്റ് വന്നിട്ട് കൈ കഴുകുന്നത്, സ്പൂൺ കഴുകുന്നത് എല്ലാം ഒഴിച്ചിട്ട് ഇതൊട്ടാക്കിയത്. കാരണം നമുക്ക് ആ വെള്ളം സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. മാത്രമല്ല നമ്മൾ ആ സമയത്ത് അരിപ്പയിൽ അരിക്കുമ്പം കുറച്ച് വെള്ളം കൂടുതലായിട്ട് അരിക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ടത് പിഴിഞ്ഞെടുക്കാനായിട്ട് പറ്റും. കാരണം നമ്മൾ അരിപ്പ വളരെ തിന്നാണ്. എത്രമാത്രം വെള്ളം ഇങ്ങനെ ഒഴിക്കുന്നു അത് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. വെള്ളം മാറ്റുന്നതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം. സിമ്പിളായിട്ട് തന്നെ നമുക്ക് സിങ്കിലോട്ട് പോയിട്ട് ഇങ്ങനെ മാറ്റാവുന്നതേ ഉള്ളൂ. വേറെ ഒന്നും എടുക്കുന്നത് കണ്ടോ കറക്റ്റായിട്ടുണ്ട്. ആ പോകുന്ന വെള്ളത്തിൽ ഓരോ അംശവും റാഗി ഒന്നും തന്നെ ഇല്ല. പ്ലെയിൻ വാട്ടറാണ്. അപ്പോൾ നമുക്ക് എന്തുമാത്രം നമ്മൾ അഡീഷണൽ ഒഴിച്ചു എല്ലാ വെള്ളം നമ്മൾ കളയുവാണ്. ഇത്രയും ഒരു വെള്ളം കുഴപ്പമില്ല. കാരണം നമ്മൾ കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഉപയോഗിച്ചിട്ടാണല്ലോ കുറുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ബാലൻസ് ഇത്രയും വെള്ളം വയ്ക്കാം. കണ്ടോ അടിഞ്ഞ് വീണ റാഗിയും പിന്നെ അതിൻ്റെ മാവുമാണ് കേട്ടോ. ആവശ്യത്തിന് കണ്ടോ ഇതിൻ്റെ പുറം തൊലി മാത്രമേ കട്ടിയുള്ള തൊലിയാണ് നമ്മൾ അരിച്ച് മാറ്റി വേസ്റ്റിലിട്ടത്. അല്ലാണ്ടിട്ടുള്ള ആവശ്യത്തിനുള്ള റാഗീൻ്റെ എല്ലാ സാധനങ്ങളും ഇതിനകത്തുണ്ട്. അപ്പോൾ ഇത് മാത്രം എടുത്തിട്ട് നമുക്ക് കുറുക്കുണ്ടാക്കിയാൽ മതി. അല്ലാതെ അതിൻ്റെ തോടോട് ചേർന്നിട്ട് നമ്മൾ കുറുക്കുണ്ടാക്കിയ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികൾ ഒട്ടും തന്നെ കഴിക്കത്തില്ല. അപ്പോൾ നമുക്ക് ഇതാണ് അതിൻ്റെ ഒറിജിനൽ മാവ്. അപ്പോൾ ഇത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അറിയാമല്ലോ.
സാധാരണ കുറുക്ക് കുടിക്കുന്ന കുട്ടികളുടെ അമ്മമാർക്ക് ഇത് വെച്ചിട്ട് കുറുക്ക് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. അവർക്ക് ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നോർമലായിട്ട് നിങ്ങൾ എങ്ങനെ വീനിങ്ങിൻ്റെ കുറുക്കുണ്ടാക്കുന്നു അതുപോലെ തന്നെ കുക്ക് ചെയ്താൽ മതി. ഇപ്പോൾ 2 വയസ്സിലാണ് കേട്ടോ ഇപ്പോൾ ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നത് തന്നെ. അപ്പോൾ അതിന് മുമ്പ് 2 വയസ്സായ ബേബിയൊക്കെ ഉള്ള അമ്മമാർക്ക് എന്തായാലും കുറുക്ക് ഉണ്ടാക്കുന്നതിന് യാതൊരു കൺഫ്യൂഷനും ഇല്ല. എങ്ങനെ ഉണ്ടാക്കാമെന്ന് അവർക്ക് അത് ഉണ്ടാക്കി അവർ കൂടുതൽ എക്സ്പെർട്ടാണ്. പറ്റുന്നുണ്ടോ ഇതിൽ കണ്ടോ, ഇനിയും റാഗിയുടെ മാവുണ്ട്. അതുകൊണ്ട് ഇനി നമ്മൾ എന്തായാലും കുറുക്ക് ഇത്രയും വെള്ളത്തിൽ പറ്റത്തില്ല, കാരണം പെട്ടെന്ന് കുറുകുമല്ലോ. കുട്ടികളുടെ കുറുക്ക് കൊടുക്കുന്ന നിങ്ങൾക്ക് അറിയാമല്ലോ. അതുകൊണ്ട് കുറച്ചും കൂടെ വെള്ളം നമ്മൾ അഡീഷണൽ ആഡ് ചെയ്യാം. ചില ആൾക്കാർ പാലിലങ്ങ് കുറുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാൻ വന്നിട്ട് പാലിൽ മൊത്തത്തിൽ കംപ്ലീറ്റ് ആയിട്ട് കുറുക്കില്ല, കാരണം റാഗിയൊക്കെ ഉണ്ടാക്കുന്നതിന് കുറച്ച് വേവുണ്ട്. അപ്പോൾ ആ വേവ് സാധാ വെള്ളത്തിൽ, അതായത് പച്ചവെള്ളത്തിൽ തന്നെയാണ്, നമ്മുടെ നോർമൽ വാട്ടറിൽ തന്നെയാണ് ഞാൻ കുക്ക് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് പാലും കൂടെ ഒഴിച്ചിട്ടാണ് ലാസ്റ്റ് ഒന്ന് ആക്കിയിട്ട്, അത് തിളച്ച പാൽ ഒഴിച്ചിട്ട്. അതുപോലെ 6 മന്ത്സിൻ്റെ വീഡിയോസിലെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം മെയിൻ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഈ റാഗി എങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാമെന്നതാണ്. ഇവരിന് വേണ്ടി കുക്ക് ചെയ്യുന്നതും സെർവ് ചെയ്യുന്നതും കൂടെ ഞാൻ എന്തായാലും കാണിക്കും. ഇപ്പം നമ്മൾ ഒഴിച്ച വെള്ളം ഇതിന് കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള വെള്ളമാണ് കേട്ടോ. ഇതിനായിട്ട് നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കുറുക്കുണ്ടാക്കാനായിട്ട് ഗ്യാസിലായിരുന്നാലും സിമ്മിലിട്ടിട്ടാണ് നമ്മൾ ബേബിമാരുടെ കുറുക്കാക്കുന്നത്. അല്ല ഇൻഡക്ഷൻ ആക്കുകയാണെങ്കിൽ ഏറ്റവും ലോയിലാണ് നമ്മൾ ആക്കുന്നത്. അപ്പോൾ കണ്ടതിൽ ആവശ്യത്തിനുള്ള റാഗി കണ്ടോ സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുന്ന കാണാൻ പറ്റുന്നുണ്ട് നമുക്ക്. ഒലിവർ ഇവിടെ എത്തി, കുക്കുണ്ടാക്കുക. ഞാനിപ്പോൾ നാട്ടിലായതുകൊണ്ടാണ് ഗ്യാസിലിങ്ങനെ ആക്കുന്നത്. അപ്പോൾ ഇതിലൊഴിക്കേണ്ട പാലാണ് കേട്ടോ ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നത്. തിളച്ച പാലൊഴിക്കുമ്പം പാലിന് വേവില്ല, അത് ഞാൻ ലാസ്റ്റ് സ്റ്റെപ്പിലാണ് ഒഴിക്കുന്നത്. അപ്പോൾ മെയിനായിട്ട് ഞാനൊരു മെത്തേഡ് കാണിച്ചു തന്നത് ശരിക്കും പറഞ്ഞാൽ റാഗി എങ്ങനെ ഈസി ആയിട്ട് കൊടുക്കാമെന്നത്. അപ്പോൾ ഞാൻ കുറുക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ആദ്യത്തെ 6 മന്ത്സിലാണ് ആദ്യമായിട്ട് വീനിങ് കൊടുക്കുമ്പോഴാണ് എങ്ങനെയാണ് കൊടുക്കേണ്ടത്, എങ്ങനെയാണ് കുറുക്കുണ്ടാക്കുന്നത് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ നല്ല കുറുകി വരുന്നുണ്ട്. സിമ്മിൽ മെയിനായിട്ട് ഇടുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഈ റാഗിയൊക്കെ കുറച്ച് വേവുള്ളതാണ്, ചെറുതായിട്ടൊന്ന് കുക്കാവണം. പച്ച ഇതൊക്കെ ഒന്ന് മാവിൻ്റെ മാറണമെങ്കിൽ കുക്കാവണം. അപ്പോൾ പെട്ടെന്ന് കുറുകി വരും ഇങ്ങനത്തെ മാവ്. അപ്പോൾ സിമ്മിലിട്ട് കഴിയുമ്പം ആ നല്ലപോലെ കുക്ക് ചെയ്യാനുള്ള ടൈം കിട്ടും. അത് അപ്പോൾ നല്ലപോലെ ആയിട്ടുണ്ട്. നിങ്ങൾക്കിതിൽ റാഗി നല്ലപോലെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. കണ്ടോ? അപ്പോൾ ഇനി ഞാൻ വന്നിട്ട് ലേശം പാലൊഴിക്കും. പാലൊഴിച്ച ശേഷം മധുരം ഒഴിച്ചിട്ടാണ് ഇറക്കാം. പാലൊഴിച്ചു, നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ. ഞാൻ പുറത്ത് വെച്ചിട്ട് ആക്കുന്നത്, കാരണം ഗ്യാസ് വയ്ക്കുമ്പോൾ ഈ പാല് പെട്ടെന്ന് കുറുകും. സോ തിളച്ച പാലായതുകൊണ്ട് ഇനി പാല് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. എന്നാൽ ലാസ്റ്റ് ഒരു ഗ്യാസ് വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുന്നത്. ഇത് കരിപ്പൊട്ടി കാച്ചിയതാണ്. അപ്പോൾ മധുരത്തിന് എപ്പോഴും പറയുന്ന പോലെ കരിപ്പൊട്ടി അല്ലെങ്കിൽ പനങ്കൽക്കണ്ട കേട്ടോ ബെറ്റർ. പഞ്ചസാരയൊന്നും ആഡ് ചെയ്യരുത്. മധുരത്തിന് ഇത് തന്നെയാണ് കരിപ്പൊട്ടി പനങ്കൽക്കണ്ട്. ഞാൻ തുടക്കത്തിൽ ബേബിമാർക്ക് 6 മാസത്തെ വീഡിയോ കൊടുക്കുമ്പോഴേ പറയുന്നൊരു കാര്യമാണ്. മധുരത്തിന് എപ്പോഴും പനങ്കൽക്കണ്ട് കരിപ്പൊട്ടി ഇട്ട് തന്നെ കാച്ചുക. ശർക്കരയോ പഞ്ചസാരയോ ഒട്ടും ചെയ്യരുത്. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഇല്ല, ഒട്ടും കൊടുക്കാൻ അന്നത്തെ ദിവസം ഇല്ലെങ്കിൽ മാത്രം, ഞാൻ ചിലപ്പോഴൊക്കെ ആക്കി കേട്ടോ. എന്ന് വെച്ചാലും ആദ്യത്തെ 6 മന്ത്സ് കറക്റ്റ് ഞാൻ 1 വയസ്സ് വരെ അത് മാത്രമേ ഇത് രണ്ട് മാത്രമേ മധുരത്തിന് ആഡ് ചെയ്തിട്ടുള്ളൂ. അല്ലാണ്ട് പഞ്ചസാരയൊന്നും ട്രൈ ചെയ്തില്ല. 1 വയസ്സിന് ശേഷമാണ് ഞാൻ പഞ്ചസാരയും ഉപ്പും എല്ലാം ബേബിക്ക് ചെറുതായിട്ടൊക്കെ കൊടുക്കാനായിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ ഇല്ലാത്തവരുടെ കാര്യമാണ് പറയുന്നത്, കാരണം ഇപ്പം ഞാൻ പ്രസൻറ്റ് ഡെലിവറിന് 2 വയസ്സാണല്ലോ. ആ ഒരു ഏജിൽ ഞാനിത് ഉണ്ടാക്കുന്നുണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞത്. 6 മന്ത്സുള്ള ബേബീസിൻ്റെ അമ്മമാർ അല്ലെങ്കിൽ 1 വയസ്സിന് താഴെയുള്ള അമ്മമാർ ഇതൊട്ട് ഫോളോ ചെയ്യരുത് കേട്ടോ. തീരുന്നതിന് മുമ്പ് തന്നെ മേടിക്കുക. അത് തന്നെ ഈ കുറുക്കൻ്റെ കൊടുക്കുന്ന അമ്മമാരോട് പറയാനുള്ളത്. കാരണം നമുക്ക് എപ്പോഴും എല്ലാ ദിവസവും ആവശ്യമായിട്ട് വരുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഇത്രയും നമ്മൾ മധുരം ആഡ് ചെയ്തെന്നാലും ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. നോക്കിയപ്പോൾ ഞാനിപ്പോൾ ചെക്ക് ചെയ്ത് നോക്കി ടേസ്റ്റ് ചെയ്തപ്പം മധുരം ഒട്ടും പിടിച്ചിട്ടില്ല. കാരണം റാഗിക്ക് നല്ല മധുരം വേണം. കരിപ്പൊട്ടിയായാലും പനങ്ങൾക്കായാലും നല്ലപോലെ ഒഴിക്കണം. കാരണം ഈ മാവിന് സാധാരണ അമൃതം പൊടി കാച്ചുന്ന സമയത്ത് ഇത്ര മധുരത്തിൻ്റെ ആവശ്യമില്ല. റാഗിക്ക് നല്ല മധുരം വേണം, എന്നെങ്കിൽ മാത്രമേ ഒരു ചെറിയ ടേസ്റ്റ് കിട്ടൂ. ഫുള്ളങ്ങ് ഒരു ടേസ്റ്റ്, ഒരു സ്വീറ്റ് പോലെ അല്ല ഞാനിത് കൊടുക്കുന്നത്. എന്നിരുന്നാലും ചെറിയൊരു മധുരത്തിൻ്റെ ഒരു അംശമാണ് ആക്കുന്നത്. ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്തിട്ട്, എല്ലാ ദിവസവും നെയ്യ് കൊടുക്കില്ല, വല്ലപ്പോഴും ഒക്കെ കൊടുക്കും. നെയ്യ് ഇടുമ്പം കുറച്ച് മധുരം കുറവ് മതി, കാരണം നെയ്ക്കൊരു മധുരത്തിൻ്റെ ഒരു ടേസ്റ്റ് ഉള്ളതുകൊണ്ട് കുറച്ച് മതി. അപ്പോൾ ഇത്രയും നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞ് ഇനി ഒന്നും കൂടെ നമ്മൾ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. ഫൈനലി നമ്മുടെ റാഗി ആയിരിക്കുകയാണ്. ഒരു കേക്ക് ബാറ്ററോ അങ്ങനെ വേണോ, എന്ത് വേണോ ഒരു പറയാം. അപ്പോൾ ചൂട് പോകേണ്ട, ആവി നല്ലപോലെ ഉണ്ട്. അപ്പോൾ ചെറുതായിട്ടൊന്ന് ആറിയ ശേഷം, എന്നിരുന്നാലും ചെറിയ ചൂടോടെയാണ് കേട്ടോ നമ്മൾ കൊടുക്കുക. ഇപ്പം നല്ല ചൂടാണ്, ഇപ്പോൾ കൊടുക്കാൻ പറ്റില്ല. അങ്ങനെയാണ് ഞാൻ ഒലിവറിന് കൊടുക്കുന്നത്. ഇനി നമുക്ക് സെർവിങ് ബോർഡിലോട്ട് മാറ്റണം.
നമ്മുടെ റാഗി സെറ്റായിട്ടിരിക്കുവാണ് കേട്ടോ. അപ്പം ഇനി നമുക്കിത് ഒലിവറിനെ കൊണ്ട് കൊടുക്കാം. കുറുക്ക് ഒലിവറിനെ കൊടുക്കാൻ പോവാന്. ഞാൻ തമ്മനയിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ ഒലിവറിനെ ഞാൻ ഇങ്ങനെ പിടിച്ചിട്ടേക്കുന്നത്. ഞാൻ കൊടുക്കത്തൊന്നുമില്ല, അവൻ ചുമ്മാ കളിക്കുവാണ് കേട്ടോ. അപ്പം നമുക്ക് ഇപ്പോൾ ഒലിവർ മമ്മി തരാം. ഓക്കെ, അപ്പം നമുക്ക് ഒലിവറിനെ കൊടുക്കാം. ഒലിവർ വെറുതെ ഒന്നും കഴിക്കത്തില്ല. ഒലിവറിന് പാട്ടൊക്കെ കേട്ട ഒലിവർ കഴിക്കൂ. ഈ ഒരു മെത്തേഡിൽ തന്നെ നിങ്ങൾ റാഗി പ്രിപ്പയർ ചെയ്യാനായിട്ട് നോക്കുക. ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിൻ്റെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാലും നമുക്ക് കുറച്ച് നോളജ് അതിൽ നിന്ന് വേണം. കാരണം നമ്മുടെ കുട്ടികളെ നമ്മളാണ് കെയർ ടേക്കറായിട്ട് കൊണ്ടുപോകുന്നത്. നമ്മുടെ കുട്ടിയുടെ കാര്യമാകുമ്പോൾ നമ്മൾ അത്രയും ഒരു ശ്രദ്ധയോടെ ആയിരിക്കും നമ്മൾ കേൾക്കുന്നത്. അതാണ് ഞാൻ ചെറുതായിട്ടായിരുന്നാലും ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാലും എന്തായാലും ലൈക്ക് ചെയ്യുക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ യൂസ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ എന്തായാലും ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ അതെന്തായാലും നിങ്ങൾ ചോദിക്കണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ ഫ്രം മൈ ലൈഫ് ഇൻ എ മൈ സ്റ്റൈൽ.